വാക്കുപ്രകാരം ഞാൻ എന്നും നിന്റെ കൂടെ നിഴല് പോലെ ഉണ്ടാവും. നിന്റെ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നപ്പോ അയാളെ നീ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി എപ്പോഴോ പ്രാക്ടീസ് നിർത്തിയിരുന്ന നീ വീണ്ടും ഡോക്ടറായി. സഹോദരനെ രക്ഷിക്കാൻ നീ ഡോക്ടറുടെ ധർമ്മം പാലിച്ചു. എന്നാൽ സഹോദരനാണെന്നുള്ള കാര്യം പറയാതിരുന്നത് തീരെ ശരിയായില്ല മോളെ. ഞങ്ങളുടെ മോന് നീയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുകൂടി നിനക്കിങ്ങനെ വലിയേട്ടുണ്ടെന്ന് പറയാതിരുന്ന എന്താ സത്യ? അവന് വേണ്ടി ഇത്രയും കണ്ണീര് തൂകിയ നീ സ്വന്തം സഹോദരന്റെ കാര്യം ഒളിച്ചതെന്തിനാ? മിസ്റ്റർ ശ്യാം സർ, അനീത്തിക്കും അനീത്തിയുടെ ഫാമിലിക്കും വേണ്ടി നിങ്ങളുടെ അടുത്ത് സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ദേവ ആരെന്നറിയോ? സർ, പ്രപഞ്ചത്തിന് ദൈവമുണ്ടോ എന്തോ, പ്രദേശത്തിന് ദൈവമുണ്ടോ എന്തോ, എന്നാൽ ആ സദാശിവപുരത്തിനൊരു ദൈവമുണ്ട്. അവനാണ് ദേവ. വരം കൊടുക്കുന്ന ദൈവമല്ല, പ്രാണൻ കൊടുക്കുന്ന ദൈവം. ആവശ്യം വന്നാൽ പ്രാണൻ എടുക്കുന്ന ദൈവം. സർ, അവൻ വീരവെങ്കട സത്യനാരായണ, അതാണ് അവന്റെ ഫുൾ നെയിം. കിരീടം വെക്കാത്ത യുവരാജാവ്, സിംഹാസനമില്ലാത്ത ചക്രവർത്തി, ക്യാരക്ടറില് മിസ്റ്റർ ക്ലീൻ. ഇതാണ് സദാശിവപുരം. ഇത് വീരയുടെ അച്ഛൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് അദ്ദേഹം ജനങ്ങൾക്കായി വിട്ടുകൊടുത്തു. ആരെതിർക്കാൻ? ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ആരെതിർക്കാനാ? ആ വീരയാണ് അതിനെ എതിർക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യത്തിന് ആ വീര സമ്മതിക്കൂ? ജനങ്ങളുടെ പ്രയോജനമല്ല, ആ സ്ഥലം ഒഴിപ്പിച്ചെടുക്കലാണ് നമ്മുടെ ആവശ്യം. ഇതാണ് നമുക്ക് വേണ്ട സദാശിവപുരം. അടുത്ത് കാണുന്നത് ഗോദാവരി നദി. ഈ തെർമൽ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ നാട് നമ്മുടേതാവും. ഈ നദി കൂടെ വരിക്ക് വരും. പിന്നെ പോയിസനാണ് ഒഴുകാൻ പോകുന്നത്. അച്ഛനെയും അമ്മയും കാളാ വീരയ്ക്ക് നാട്ടുകാരാ വലുത്. വീരയെ ഒതുക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഡീലിന് സമ്മതിക്കുന്നു. മോനെ കഴിക്കും മോനെ. കണ്ണു കാണാൻ വയ്യടാ നിനക്ക്. അന്നത്തെ ചെളി തെറിപ്പിച്ചില്ലേടാ, മണ്ട തെറിച്ചു പോടാ പട്ടി. എന്താണ് ധിക്കാരം പറയുന്നേ? പാവപ്പെട്ടവർ അവരുടെ നിലയ്ക്ക് നിന്നോളണം. നാവെടുത്ത് മിണ്ടാനൊരുങ്ങല്ലോ. പോടാ പോ. സ്ത്രീയാണെന്ന് കൂടി നോക്കാതെ കാർ ഓടിച്ചോടാ. പാവങ്ങളുടെ ഹൃദയ ദൈവം വീര ചോദിച്ചോളുമടാ നിന്നെ പോലെയുള്ള നീചന്മാരോടൊക്കെ. ഏയ്, ഞാൻ ആരാണെന്നറിയാമോ? വിജയ് ശ്രീനിവാസ്, സൺ ഓഫ് ലക്ഷ്മി ശ്രീനിവാസ്. ഞങ്ങൾ ചെയ്യാത്ത ബിസിനസ് ഇല്ല, ഞങ്ങൾക്കില്ലാത്ത ഫാക്ടറി ഇല്ല. അഡ്രസ് പറഞ്ഞാ നീ പിടിക്കപ്പെടും. ഇവിടെ മിസ്സായ നിന്റെ വീട് തേടി വന്ന് തൊലയ്ക്ക് ഞാൻ. എന്ത് തൊലയ്ക്കുന്നോ? വെറുതെ ആരെയും തല്ലില്ലെന്ന് ഞാൻ അനിയത്തിക്ക് വാക്ക് കൊടുത്തു പോയതാ. എന്റെ നാടിനോട് കളിക്കുന്നവരോട് ഞാൻ രാജിയാകില്ലെന്ന് അച്ഛനും വാക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വാക്ക് ഞാൻ നടപ്പാക്കുക. ആണോ? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ? നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. അതുപോലെ എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന്
നീ മുന്നോട്ടൊന്ന് നോക്ക്. ഞാൻ ക്ഷമ പറയാൻ വന്നവനല്ല, ആരാന്ന് കാണിച്ചു തരാൻ നിനക്ക്. ഡാ, അമ്മയുടെ വിലയും ചോറിന്റെ വിലയും മനസ്സിലാകാത്ത നിനക്കങ്ങനെ പാവങ്ങളുടെ വില മനസ്സിലാവും? പാവങ്ങളുടെ കുടിലും കൃഷിസ്ഥലങ്ങളും നശിപ്പിച്ചിട്ട് നീ ഇവിടെ ഫാക്ടറി കെട്ടാൻ വന്നിരിക്കുക അല്ലടാ. നീ ആരാണത് പറയാൻ? ഈ നാട് നിന്റെ അപ്പന്റെ സ്വത്താ. അങ്ങനെയാണെങ്കിൽ നിന്റെ അപ്പന്റെ സ്വത്താ. ഞാൻ നിന്നെ ഒന്ന് അടിച്ചാലുണ്ടല്ലോ, തിരിച്ചടിക്കാന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ടാവില്ല. കത്തിയെടുക്കാന്ന് വിചാരിക്കും, എടുക്കാൻ കഴിയില്ല. അയ്യോ, എനിക്ക് ഈ നിലയൊക്കെ എങ്ങനെ വന്നുവെന്ന് നീ ആലോചിക്കും. അപ്പം മനസ്സിലാകും നിനക്ക് ജീവിക്കുന്നതിനേക്കാൾ ചാകുന്നതാ നല്ലതെന്ന്. ഇത് വീണ്ടും ആവർത്തിച്ച കൊത്തി നുറുക്കും ഞാൻ. ഔട്ട്! നിക്ക് മോളെ, നിക്ക്, ഓടല്ലേ. അവസാനമായി പറയുകയാ, ഈ കലിയുഗരമ്പ് ആഗ്രഹിച്ചത് അപ്പൊ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ചെറിയ കടലാസിലൊന്ന് ഒപ്പുവെക്കാൻ പറഞ്ഞതിന് നിനക്കെന്താടാ ഇത്രയേറെ ആലോചിക്കാനുള്ളത്? അത് 10 കോടിയുടെ ആസ്തിയാ. 10 ലക്ഷത്തിന്റെ വില വയ്ക്കുന്നത് ഒട്ടും ധർമ്മമല്ല. നിന്റെ ജീവന് 10 കോടിയാണോടാ വില? പറയടാ. ചേട്ടനെ പോലെ വിലപ്പെട്ടത്. പ്രാണനെടുക്കാനുള്ള അവകാശം എനിക്കാണുള്ളത്, എനിക്ക് മാത്രം. ഈ ബുദ്ധി നേരത്തെ ഉദിച്ചിരുന്നെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയേനെ. എടാ മണ്ട ശിരോമണി. ജയ് ദുർഗ. എന്റെ ഭർത്താവ് പൗരുഷമുള്ളവനാ. ചേച്ചി, പറയടാ, പോയ കാര്യം എന്തായി? അത് ചേച്ചി, വീര അവനോട് നീ എന്റെ അനിയനാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു ചേച്ചി. ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ? ചേച്ചി, വീര നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരനല്ല. ഏയ്! എന്റെ മുമ്പിൽ വെച്ച് എതിരാളിയെ പ്രശംസിച്ച കഴുത്ത് വെട്ടിക്കളയും ഞാൻ, മറക്കണ്ട. അവൻ എന്റെ അനിയന്റെ കണ്ണിൽ രക്തം കാണിച്ചു വിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണിലെ ആനന്ദം കാണണം എനിക്ക്. പക വീട്ട്. എന്തിനും സമയം വരണമല്ലോ. നീ മോഹിച്ച ഭൂമി നിനക്ക് വാങ്ങി തന്നിരിക്കും ഞാൻ. ഏതവൻ എതിര് വന്നാലും പൊളിച്ചടുക്കും ഞാൻ. പിറവി തൊട്ടേ എന്റെ കണ്ണ് ആ സദാശിവപുരത്ത് മാത്രമാണ്. ഹലോ, ആരാണ്? സത്യയുടെ ഫോൺ കേട്ടോ. ഞാനൊരു നമ്പർ ഇട്ടതല്ലേ, ആദ്യം ചേട്ടൻ എന്നിട്ട് ഞാൻ. സുഖാനോടി? കക്ഷി ലൈനിലേക്ക് വന്നോ? ഞാൻ അവളെ കളിപ്പിക്കല്ല, അവൾ എന്നെ ഇട്ട് കളിപ്പിക്കാ. അങ്ങനെ അവളോട് ജയിക്കാന്നൊന്നും ചേട്ടൻ വിചാരിക്കണ്ട. പിന്നെന്താ, ഗുസ്തി മത്സരം നടത്തി ജയിക്കണമെന്നാ? ഗുസ്തിയാണെങ്കിൽ ഗുസ്തി തന്നെ വേണ്ടിവരും. ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒരു ലവ് ലെറ്റർ എഴുതാൻ പറഞ്ഞു തരാം ഞാൻ. അതിലൊരു റോസാപ്പൂ വെച്ച് ചേട്ടൻ കൊടുത്തു നോക്ക്. റോസാപ്പൂ എന്തിനാ? അതൊക്കെ ഞാൻ പറഞ്ഞു തരാന്നേ. ഓഹോ, എടാ പൊട്ടാസേ, എന്തുടാ? എടാ പെങ്ങള് ലവ് ലെറ്റർ പറഞ്ഞിരാന്ന് പറയുന്നു, നീ എഴുതിക്കോ. ആ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാ അവൾ എന്റെ പുറകെ വരുമെന്ന പെങ്ങള് പറയുന്നത്. എഴുതിക്കോ. ലവ് ലെറ്ററിന്റെ കാര്യല്ലേ? ഒരു അക്ഷരം പോലും തെറ്റിച്ചേക്കരുത്. തെറ്റിക്കാനാ ഞാനാ വേറെ ആളെ നോക്കണം. പറഞ്ഞോളട്ടാ. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്ന വാശിയേറിയ കബഡി മത്സരത്തിന്റെ ഫൈനലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആളുടെ പേരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞട്ടാ. ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് സദാശിവപുരവും ശ്രീമൂല നഗരവും തമ്മിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട വീര ഇവിടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നു. കബഡി 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 അയ്യോ കബഡി 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 കബഡി
നശിപ്പിച്ചു. അങ്ങട് മാറ് ഷെഫിയെ. ചിത്രമോളെ ഇങ്ങോട്ട് നോക്കിയേ. മോളി സദാശിവപുരത്തിന്റെ അഭിമാനാണ്. മോള് കബഡി ഫീൽഡിലെ കത്രീന കൈഫാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇടത്ത് വെട്ടി വലത്ത് വെട്ടി അങ്ങോട്ട് ഇറങ്ങ്. കൊട്ടളോ ആ ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. ഓ ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. നിനവുകളിൽ മന്മദലഹരികളിൽ നിന്നുടെ ചന്ദ്രമുഖം കാണൂ ഞാൻ. കവിതകളിതൾ വിരിയും ഹോ കനവിൻ മലരുകളിൽ രാഗപരാഗങ്ങൾ മാറിയായി തൂകുമോ. ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. മനസ്സിനുള്ളിലെ മണിച്ചെപ്പിനുള്ളിലെ മലർമുത്തെടുത്തു ഞാൻ ആ തിരുമുൻപിൽ വെച്ചു ഞാൻ കരലാളനത്തിനായി ഇന്നെനിക്കുള്ളതെല്ലാം നിനക്കായി നൽകിടുവാൻ ഹൃദയത്തിലേക്കിടം തേടി വന്നു ഞാൻ മാടപ്രാവെ പോലെ. ഇന്നെനിക്കുള്ളതെല്ലാം നിനക്കായി നൽകിടുവാൻ ഹൃദയത്തിലേക്കിടം തേടി വന്നു ഞാൻ മാടപ്രാവെ പോലെ. ആദ്യാനുരാഗത്തിൻ രോമാഞ്ചമായി ആനന്ദഭൈരവി നീ അണഞ്ഞു. സ്വപ്നത്തിൻ നിധിയുള്ള മാനസത്തെ ചിത്രമണി താഴിട്ടു നീ തുറന്നു. ആദ്യാനുരാഗത്തിൻ രോമാഞ്ചമായി ആനന്ദഭൈരവി നീ അണഞ്ഞു. വസന്തമാസമായി സുഗന്ധവാഹിയായി വർണ്ണമാല ചാർത്തിന്നു നീ. ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. ഹൃദയത്തിനുള്ളിലെ അനുരാഗ സിന്ധുവിൽ തെളിനീർക്കണങ്ങളെ അനുഭൂതി പൂത്തൊരി മണിമച്ചകങ്ങളിൽ മലർശയ്യയിൽ രതി നൃത്തമാടാൻ മാറലോലുവാവിലെ കുളിരിന്റെ ദാഹമായി മലർശയ്യയിൽ രതി നൃത്തമാടാൻ മാറലോലുവാവാ. ആദ്യാനുരാഗത്തിൻ രോമാഞ്ചമായി ആനന്ദഭൈരവി നീ അണഞ്ഞു. സ്വപ്നത്തിൻ നിധിയുള്ള മാനസത്തെ ചിത്രമണി താഴിട്ടു നീ തുറന്നു. ആദ്യാനുരാഗത്തിൻ രോമാഞ്ചമായി ആനന്ദഭൈരവി നീ അണഞ്ഞു. വസന്തമാസമായി സുഗന്ധവാഹിയായി വർണ്ണമാല ചാർത്തിന്നു നീ. ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ.
ഹോ ജീവിതം ഒരു വശ്യമനോഹര സൗഭഗം, അതിൽ നമ്മുടെ മാനസ സംഗമം, ഒരു സുന്ദര രാഗകഥ. ഹലോ, ആരാണ്? ഹലോ, ഞാൻ സീനയാണ്. എനിക്ക് വീര എന്ന് കിട്ടുവോ? ഇനിയിപ്പൊ പീഡിപ്പിച്ചെന്ന് പറയാനായിരിക്കും, നോക്കാം. അതെ, ഏതോ ഒരു ഗീതയോ സീതയോ ഫോണിൽ വിളിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണു. എന്തെങ്കിലും ഉണ്ട് വെച്ചാ കൊടുത്തോളൂ കേട്ടോ. ഹലോ, ആരാ? അന്ന് കബഡിക്ക് വന്നപ്പോ എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമായി. എന്താ ഒരു ബോഡി. നോക്ക് ഗീത, സീത ഏതും ആയിക്കോട്ടെ, ആ പേഴ്സണാലിറ്റി എന്റേതാണെന്നല്ലാതെ എന്റെ ബോഡിയുടെ ഫുൾ റൈറ്റ്സും എന്റെ പെങ്ങൾക്കാ. ഓ, അതൊക്കെ എത്ര നാളത്തേക്കാ? എന്തായാലും ഒരിക്കൽ നിങ്ങളെ ഞാൻ സ്വന്തമാക്കില്ലേ? ഈ വിഷയം എന്റെ പെങ്ങൾ അറിയുന്നവരെ നിന്റെ അഡ്രസ് വെളിയിൽ പോകാതെ സൂക്ഷിച്ചു. ഫോൺ വെക്കടി. ഇതേതാ എനിക്കറിയാത്തൊരു പെണ്ണ്. ഇതെനിക്കറിയായിരുന്നു, അതല്ലേ തന്നെ. കൊണ്ടുപോടാ.